യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നെ? വാ, കഞ്ഞി കുടിക്ക്. ഇപ്പൊ നീ എത്ര സ്നേഹത്തോടെയാ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നത്. ഇതുപോലെ എപ്പോഴും നീ എന്റെ മുമ്പിൽ ഉണ്ടാവണമെന്ന എന്റെ ആഗ്രഹം. എന്നാ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഭർത്താവിനെ ഭാര്യ ഇതുപോലെ പരിചരിക്കണമെങ്കിൽ ഒന്നുകിൽ എന്നെ പോലെ ഒരു ഭാഗം തളർന്നു കിടക്കണം, അല്ലെങ്കിൽ എന്തിനാ ബിനേട്ടാ, എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്വയം ചെറുതാവുന്നെ? അസുഖം ആർക്ക് എപ്പോ വേണേലും വരാം. അത് ഭാര്യയ്ക്കാണ് വരുന്നതെങ്കിൽ ഭർത്താവും, ഭർത്താവിനാണ് വരുന്നതെങ്കിൽ ഭാര്യയും പരിചരിക്കണം. അത് അവരവരുടെ കടമയാ. ഞാൻ എന്തെങ്കിലും വിനേട്ടനോടുള്ള കടമ മറന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വിനേട്ടന് പറയാൻ പറ്റുമോ? ഏയ്, ഒരിക്കലുമില്ല. നീ നിന്റെ കടമ ഇപ്പോഴും നിർവഹിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് കൂടുതലായിട്ട് ചെയ്യാൻ ദൈവം നിനക്കൊരു അവസരം കൂടി തന്നിരിക്കുമല്ലേ. ഇനി എന്നെ മാത്രമല്ല, നിനക്ക് നാട്ടുകാരെ മുഴുവൻ ബോധ്യപ്പെടുത്താം നീ നല്ലൊരു ഭാര്യയാണെന്ന്. ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും അത് വിശ്വസിക്കുകയും ചെയ്യും. ദൈവം ഇപ്പം നിന്റെ കൂടെയാ, എന്റെ കൂടെ ഇല്ല. എനിക്ക് ആരും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ ആരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാത്രം കാര്യമില്ലടി. നീ ഒരു നല്ല ഭാര്യയാണോ എന്ന് നിന്റെ ഭർത്താവായ ഞാൻ പറയണം. ഞാനത് പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റ് എനിക്കിപ്പോ വേണ്ട. പോരെ? വേറെ എന്ത് വേണം? വേറെ എന്താ ഞാൻ വേണ്ടത്? ഈ കഞ്ഞി കുടിച്ചിട്ട് മരുന്ന് കഴിച്ച് കിടക്കാൻ നോക്ക്. അത് മതി. അപ്പൊ നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞല്ലോ അല്ലേ? ഞാൻ മരുന്നും കുടിച്ച് മയങ്ങി കിടക്കണം, പിന്നെ നീ ഫ്രീ ആയല്ലോ. ഭർത്താവ് ഒരു കൈയും കാലും തളർന്ന് കിടക്കുക, രാത്രി വന്ന് കഞ്ഞിയും മരുന്ന് തന്നാ എല്ലാം കഴിഞ്ഞല്ലോ. കടമയാണത്രേ, കടമ. സത്യം പറയടി, ഞാൻ ഇങ്ങനെ ആയതില് നീ ഇപ്പൊ ഉള്ളുകൊണ്ട് സന്തോഷിക്കുമല്ലേ? നോക്കു വിനേട്ടാ, നിങ്ങളെ ഒരു രീതിയിലും വേദനിപ്പിക്കരുതെന്ന് മാത്രാ ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നത്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യാൻ തയ്യാറായിട്ടാ ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത്. ദയവ് ഇതിങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്റെ മനസ്സുകൂടി ദൂഷിപ്പിക്കല്ലേ. ഓഹോ, അപ്പൊ ഞാൻ ദുഷിച്ചവനാണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കുക അല്ലേ? വിനേട്ടാ പ്ലീസ്, ഞാൻ എന്ത് ചെയ്താലാ നിങ്ങൾ എന്നെ ഒന്ന് അംഗീകരിക്കുക, വിശ്വസിക്കുക? എനിക്കറിയാവുന്ന രീതിയിലൊക്കെ നിങ്ങളെ സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിലപ്പുറം ഞാൻ എന്താ ചെയ്തു തരണ്ടേ? എന്നോട് സംസാരിക്കുന്നത് വേസ്റ്റ് ആണെന്ന് വരുത്തി തീർത്ത് ഒന്നും മിണ്ടാതിരിക്കാനുള്ള ബുദ്ധിയാണ് നിന്റെ അല്ലേ? എന്റെ ദൈവമേ, ഞാൻ ഇനി എങ്ങനെ നടക്കണമെന്ന് നിങ്ങൾ പറ, അതുപോലെ ഞാൻ ചെയ്തു തൊലച്ചോളാം. നീ എങ്ങനെ നടന്നാലും അത് എന്നോട് സത്യസന്ധത പുലർത്തിക്കൊണ്ടായിരിക്കണം. മനസ്സിൽ പല രഹസ്യങ്ങളും സൂക്ഷിച്ച് എന്റെ മുമ്പിൽ സ്നേഹവും സഹതാപവും കാണിക്കല്ലേ. മനസ്സിലെ കളങ്കങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞ് എന്നോട് തെളിഞ്ഞ മനസ്സോടെ പെരുമാറാൻ കഴിയോ നിനക്ക്? നിങ്ങൾ കഞ്ഞി കുടിക്കും, എനിക്കിവിടെ വേറെയും ജോലിയുണ്ട്. നീ നിന്റെ ജോലി നോക്കി പോടി. അവളുടെ ഒരു കഞ്ഞി ആർക്ക് വേണടി നിന്റെ ഔദാര്യം? അതിൽ വിഷം കലക്കില്ല എന്ന് ആർക്കറിയാം? എന്താണ് അവിടെ? ഇവളെ ഇനി എന്റെ മുമ്പിൽ കണ്ടുപോൻ.
ഇവൾ ഇനി എന്ത് തന്നാലും ഞാൻ കഴിക്കില്ല. വലിയ ഉപകാരം. എനിക്ക് അത്രയും സൗകര്യായി. അച്ഛന്റെ മോനെ ഇനി അച്ഛൻ തന്നെ നോക്കിയാ മതി. എന്നെ വിട്ടേക്ക്. എന്താണോ നിനക്കൊരു മൂഡ് ഓഫ്? ഒന്നുമില്ല ഇന്ദ്രേട്ടാ. സത്യനെവിടെ? അവനൊന്ന് കടയിലേക്ക് വന്നേയില്ലല്ലോ. ആ, സത്യൻ ഇവിടെയുണ്ട്. കുറച്ചു സമയമായി വന്നിട്ട്. വന്ന ഉടനെ മുറി കയറി കിടന്നു. ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല. എന്നിട്ട് കാര്യം എന്താന്ന് നീ അവനോട് ചോദിച്ചില്ലേ? ഞാൻ ചോദിക്കാതിരിക്കോ ഇന്ദ്രേട്ടാ? അവന്റെ മനസ്സിന് എന്തോ വലിയ വേദനയുണ്ട്. സത്യ, എന്താ നിനക്ക് പറ്റിയേ? ഒന്നുമില്ലേട്ടാ. എന്തിനാ നീ എന്നോട് മറയ്ക്കുന്നത്? നിന്റെ മുഖം കണ്ട എനിക്കറിയാതിരിക്കൂ. ആ വിനയൻ എന്തെങ്കിലും പറഞ്ഞു ഓർത്താണോ നീ വിഷമിക്കുന്നത്? അവന്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ. ഒരു തരി വിവരമില്ലാത്ത ഭ്രാന്തനാ, ഒരു സംശയരോഗി. അങ്ങനെ ഒരുത്തന്റെ വാക്ക് കേട്ട് വിഷമിച്ച് ഇങ്ങനെ പട്ടിണി എടുക്കാൻ നിനക്കെന്താ വട്ടുണ്ടോ? എന്റെ വിഷമം അതൊന്നും അല്ല ഏട്ടാ. എന്റെ വിഷമം ചിലങ്കയാ. അവളൊരു പാവമാണെന്ന് ഏട്ടൻ അറിയാലോ. ചീരുവിനെ എനിക്ക് കിട്ടില്ലെന്നറിഞ്ഞ നിമിഷം മുതൽ ഞാൻ അവളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെല്ലാം ഉപേക്ഷിച്ചതാ. അവള് മറ്റൊരാളുടെ ഭാര്യയായപ്പോ അവൾക്ക് നല്ലൊരു ജീവിതം, സന്തോഷമുള്ള കുടുംബം, അത് കിട്ടണമെന്നാ ഞാൻ പ്രാർത്ഥിച്ചത്. അത് മാത്രമാ ഇപ്പോഴും എന്റെ പ്രാർത്ഥന. ഏടത്തിക്ക് അറിയാലോ, ഒരുപാട് കഴിവുകളുള്ളൊരു കുട്ടിയാ അവള്. അവളെപ്പോലെ ബുദ്ധിയുള്ള, വിവേകമുള്ള, സ്മാർട്ടായ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടേയില്ല. എന്നിട്ടും അവൾക്ക് മാത്രം എന്താ ഇങ്ങനൊരു വിധി? എന്തിനാ ഈശ്വരൻ അവളിങ്ങനെ ദ്രോഹിക്കുന്നേ? ഇതിനു മാത്രം എന്ത് തെറ്റാ അവള് ചെയ്തത്? ആരെന്തനുഭവിക്കണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ സത്യ, ഈശ്വരനല്ലേ. ആ ഈശ്വരന്റെ തീരുമാനത്തിന് ഒപ്പം നിൽക്കാനല്ലേ നമുക്ക് സാധിക്കൂ. അതാ എടുത്തി എനിക്കും മനസ്സിലാവാത്തത്. ഈശ്വരൻ എന്നൊരു ശക്തിയില്ലേ? നമ്മുടെ ഇവിടത്തെ പോലുള്ളൊരു കുടുംബ സാഹചര്യമല്ല ചീരുവിന് അവിടെയുള്ളത്. അമ്മായിയമ്മ പോരോ കാര്യങ്ങളോ അങ്ങനൊന്നുമില്ല. എന്നിട്ടും എന്തിനാ അതൊക്കെ? അതിനെല്ലാം ചേർത്ത് വിവരമില്ലാത്തൊരു ഭർത്താവുണ്ടല്ലോ, അത് പോരെ ജീവിതം നരകാവാൻ. എല്ലാവരുടെയും നന്മ കരുതിയ ചീരുവിനെ എന്റെ ജീവിതത്തിൽ നിന്ന് വിഷമത്തോടെയാണെങ്കിലും വേണ്ടെന്ന് വെച്ചത്. അവളും അങ്ങനെ തന്നെയാ. സ്വന്തം സന്തോഷത്തിനപ്പുറം വീട്ടുകാരുടെ തീരുമാനത്തിന് വില കൊടുത്ത പെൺകുട്ടിയാ അവള്. എന്നിട്ടും അവൾക്ക് ഈ ദുരിതം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സത്യ, അവളെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. ഏതൊരു സാഹചര്യത്തിനെ നേരിടാനുള്ള ധൈര്യവും ആത്മവിശ്വാസമൊക്കെ അവൾക്കുണ്ട്. പിന്നെ നീ അവൾക്കൊരു ജോലി വാങ്ങിക്കൊടുത്തില്ലേ? സ്വന്തം കാലിൽ നിൽക്കാൻ ഏറ്റവും വലിയ സഹായമല്ലേ സത്യം ചെയ്തത്? അതേ സത്യ, നീ അവൾക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനിയുള്ളതൊക്കെ അവളുടെ വിദ്യ. അങ്ങനെ സമാധാനിക്കാനേ നമുക്ക് പറ്റൂ. വെറുതെ അതൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. ഇങ്ങനെ ആഹാരം കഴിക്കാതെയും ജോലി ശ്രദ്ധിക്കാതെയും നടന്ന അത് ഞങ്ങൾക്കും വിഷമാവും. അതെ സത്യ, ചീരു എന്റെ അനിയത്തിയ. അതുപോലെ തന്നെ സത്യനും. നീ എനിക്കെന്റെ സ്വന്തം അനുജന. രണ്ടാളുടെയും ജീവിതം ഒരുപോലെ നശിക്കുന്ന കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഇനി ഒരിക്കലും സത്യം ചീരുവിന്റെ കാര്യങ്ങളോർത്ത് വിഷമിക്കരുത്. ചില ഓർമ്മകള് മനസ്സിൽ തറച്ച ചിത്രങ്ങളാ. എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും അത് പോവില്ല. പിന്നെ എല്ലാം മറന്നൊന്ന് കളവ് പറഞ്ഞ് സ്വന്തം മനസ്സാക്ഷിയെ പറ്റിക്കാനും സാധിക്കൂ.